ശാസിക്കേണ്ടത് ശാസിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം, അല്ലെങ്കിൽ മയ പുയ പുയ എന്നൊക്കെ പറയുമെന്നാണ് എരപ്പൻ ജലീലിന്റെ വാദം. അതെ, ജലീലിനോട് നമുക്ക് പറയാനുള്ളത് യമ്മി ഫ്രൈഡ് ചിക്കൻ, ആ യമ്മി ഫ്രൈഡ് ചിക്കനെ യുമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന് വിളിച്ച കോളേജ് പ്രൊഫസറുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കാനുള്ളൂ. ഇപ്പോ ഈ പറയുന്ന ഒരു വിദ്യാർത്ഥി രംഗത്തെത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥി പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, അച്ഛന്റെ പേര് രവികുമാർ എന്ന് തന്നെയാണ് എഴുതിയത്, രവികുലാർ എന്നല്ല എഴുതിയത്. അത് ജലീല് അങ്ങനെ വളച്ചൊടിച്ചതാണ് എന്നാണ് വിദ്യാർത്ഥിയുടെ വാദം. എനിക്കും അത് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന്റെ പേര് ആ വിദ്യാർത്ഥി രവികുമാർ എന്ന് എഴുതുന്നിടത്ത് ഒരു അർത്ഥത്തിലും ഒരു രീതിയിലും എവിടെ നിന്നും അത് എമ്മിന് പകരം എല്ല് വരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് എരപ്പൻ അങ്ങനെ വളച്ചൊടിച്ചതാ, ഒന്നാളാവാൻ വേണ്ടിയിട്ട്, താൻ എന്തോ വലിയ സംഭവമാണെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥി രവികുമാർ എന്ന് എഴുതിയതിനെ രവികുലാർ എന്ന് വളച്ചൊടിച്ചത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലെ? നിങ്ങൾ ഓർക്കുന്നില്ലേ, എരപ്പൻ നമ്മളെ PK ഫിറോസിന്റെ ജാതകം തപ്പി നടന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് അവസാനം യമ്മി ഫ്രൈഡ് ചിക്കനിൽ പോയിട്ട് യുമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന് വായിച്ചത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അപ്പോ ഈ പെശക് പറ്റാത്തവനും അല്ലെങ്കിൽ ഇപ്പോഴും ബുദ്ധി ഉദിക്കാത്തവനും അങ്ങനെയാണെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ ആ തിരുത്തലുകൾ ആദ്യം തുടങ്ങേണ്ടത് ഈ എരപ്പനിൽ നിന്നാണ് എന്നുള്ളത് എരപ്പനൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എരപ്പന്റെ പ്രശ്നം ഇപ്പൊ എന്താ? ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് വലിയ പ്രശ്നം. ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുകയാണ്, ഒരു പണിയുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പണി ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ചെന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തത്. മെമ്പർഷിപ്പ് എടുത്തിട്ടും പണിയൊന്നുമില്ല. കാരണം വലിയ അവതാളത്തിലാണ് പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ അയാളെ വലയിട്ട് പിടിക്കാനുള്ള മരുന്ന് ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ മൂലക്കിരുന്നിട്ട് പറഞ്ഞതിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വിഷയത്തിലും സതീശനെതിരെ കൊണ്ടുവരുന്ന ഓരോ ആയുധങ്ങളും ഇവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഘട്ടത്തില് പറഞ്ഞതിനെ മാറ്റി പറഞ്ഞ് ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ ചക്രശ്വാസം വലിക്കുന്ന ഒരു കൂട്ടരുടെ ഇടയിൽ പോയിട്ട് അവിടെ മെമ്പർഷിപ്പ് എടുത്തതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോ അങ്ങനെ ഒരു പണിയില്ലാതെ കാവുംപുറത്ത് ചായക്കടയില് ഈ ചൊറിയും കുത്തി ഇരിപ്പന്നെ അങ്ങനെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു മണ്ണാർക്കാട് ഒരു പരിപാടി കിട്ടിയത്. അപ്പൊ ജലീലില് ഒന്നാളാകാം. കാരണം വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണല്ലോ, എങ്ങനെയെങ്കിലും തന്റെ പേര് ആരെങ്കിലും ഒക്കെ അറിയണല്ലോ. കാരണം നിയമസഭയിലില്ല, MLA അല്ല, മന്ത്രി കസേരയിലില്ല, ഒരു രീതിയിലും ഒരു 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 കസേരയും ഇല്ല. കസേര ഉള്ളത് ഇപ്പൊ ചായക്കടയിലെ കാവുംപുറത്തെ ചായപ്പീടിയിലെ കസേര മാത്രമാണ് ഉള്ളത്. അയിമ ഇരുന്നിട്ട് നോക്കിയാൽ കാര്യം നടക്കൂല. അപ്പൊ ആളാകണം, ചർച്ച ഉണ്ടാവണം എന്ന് കരുതിയിട്ട് മൂപ്പര് കരുതി കൂട്ടിയിട്ട് തന്നെയാണ് ഈ പരിപാടി തുടങ്ങിയത്. കാരണം ഈ പരിപാടി, ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ പരിപാടി തുടങ്ങുമ്പോ തന്നെ ജലീല് എനിക്ക് കുട്ടികളോട് കുറച്ച് ചോദ്യം ചോദിക്കാണ്ട്, രക്ഷിതാക്കളൊക്കെ പുറകിലേക്ക് കുട്ടികളെ മുമ്പിലേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സീറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ ജലീൽ ഇത് മനസ്സിൽ കരുതി കൂട്ടി ഉറപ്പിച്ചിട്ട് പോയതാ. അപ്പൊ ആ വിദ്യാർത്ഥി എഴുതിയത് രവികുമാർ തന്നെയാ. അത് രവികുലാർ ആക്കിയതാണ്. ആക്കിയതെന്ന് പറഞ്ഞാൽ ഇവന്റെ കണ്ണിന് പ്രശ്നന്നേ. ഇവന് മഞ്ഞപ്പിത്തം ബാധിച്ചോനാ, എല്ലാം മഞ്ഞയായിട്ടേ ഇവന് കാണുള്ളൂ. മനസ്സിലായില്ലേ? ഏതുപോലെ ഉമ്മി ആക്കിയതുപോലെ രവികുമാറിനെ രവികുലാർ ആക്കിയതാണ് നട ഈ പറയുന്ന എരപ്പൻ ജലീൽ എന്ന് പറയുന്നത്. അതൊരു ഗതികേട് എന്നുള്ള തുടക്ക. കാരണം ഉണ്ടായൊരു ജോലി കളഞ്ഞിട്ടാണ് MLA ആകാൻ പോയത്. അപ്പൊ ഈ ജോലി കളയുമ്പോ ഈ എരപ്പൻ വിചാരിച്ചില്ല, ഞാന് ജീവിതകാലം മൊത്തം ആ കസേരയിൽ ഇരിക്കും എന്നാണ് എരപ്പൻ കരുതിയത്. പക്ഷെ എരപ്പന്റെ കൈമന്ന് പോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എരപ്പന്റെ കൈമന്ന് പോയി എന്ന് മാത്രല്ല, എരപ്പന് ഒരു പണിയില്ല. കൂട്ടത്തില് പാത്തുമ്മക്കുട്ടി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരലും പാത്തുമ്മക്കുട്ടിന്റെ ജോലി പോകലും ഒക്കെ ഒരുമിച്ചിരുന്ന്. മനസ്സിലായില്ലേ? പാത്തുമ്മക്കുട്ടിന്റെ ജോലി പോയി,
ഏരപ്പന്റെ പരിപാടി പോയി. അങ്ങനെ എല്ലാം പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഫാത്തിമക്കുട്ടി പറഞ്ഞ രാത്രി കിടക്കുമ്പോ നമുക്ക് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാന്ന്. അങ്ങനെ പോയിട്ട് എടുത്തതാ. എന്നിട്ടും ഒരു പണിയുമില്ല. എന്നിട്ടും ഈ ഈച്ച നാട്ടിൽ തന്നെ, മനസ്സിലായില്ലേ? ഈച്ച നാട്ടിലല്ലാതെ വേറൊരു പണി വേണ്ടേ? അപ്പാണ് ഇത് ഒരു എന്താ പറയണ്ട വീണ് കിട്ടിയ ആയുധം പോലെ അല്ല ഒരു അവസരം പോലെ ഈ അനുമോദന ചടങ്ങ് വരുന്നത്. എന്നാ പിന്നെ അതിലൊന്ന് ഷൈൻ ചെയ്യാം, അതിലൊന്ന് ആളാകാം എന്ന് കരുതിയിട്ടാ മൂപ്പര് പോയത്. അതിന് വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥിയെ ഇപ്പൊ ഇന്ന് ജലീൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ട്, ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല, ഞാൻ തിരുത്തിയതല്ല അപമാനിച്ചതാ. കാരണം ആ വിദ്യാർത്ഥി രവികുമാർ എന്ന് തന്നെ എഴുതിയത്. അത് ഈ പറയുന്ന എരപ്പൻ തനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് രവി കുലാറാക്കി മാറ്റിയതാ. മനസ്സിലായില്ലേ? അപ്പോ വളരെ കൃത്യമായിട്ട് എരപ്പൻ ഇത് തലേന്ന് തന്നെ രാത്രി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെയൊക്കെ ചെയ്യണം. കുട്ടികൾ പുറകിലേക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾ മുമ്പിലേക്കും. അപ്പൊ കുട്ടികളെ മുമ്പ് കൊണ്ടുവരണം, എന്നിട്ട് അവരെ കൊണ്ട് പേരെഴുതിപ്പിക്കണം, അഡ്രസ് എഴുതിപ്പിക്കണം, അവരോട് ചോദ്യം ചോദിക്കണം. എന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് തെറ്റൊന്നും കണ്ടില്ലെങ്കിൽ തെറ്റുള്ളത് പോലെ ആക്കി വളച്ചൊടിച്ച് കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ ആക്കണം. ഇങ്ങനെ കുട്ടികളെ അപമാനിക്കണം എന്നൊക്കെ കരുതി കൂട്ടിയിട്ട് തന്നെയാ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് രവി കുലാറായത്. മനസ്സിലായില്ലേ? അപ്പോ ഇവന്റെ അല്പത്തരം എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര കേരളം ഇവനെ പോലെ ഒരു അല്പനിയും എരപ്പനിയും കണ്ടിട്ടില്ലെന്നേ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ദുബൈന്ന് നമ്മളെ ഖുർആൻ കൊണ്ടുവന്നല്ലോ, മുസാഫ് കൊണ്ടുവന്നല്ലോ. അതിന്റെ ഇടയിൽ സ്വർണം കടത്തണമെങ്കിൽ അത് വിജയന്റെ ബുദ്ധിയല്ല. ആ ബുദ്ധി ഏതുപോലെ നമ്മളെ ദിലീപ് മറ്റേ ഐസ് ക്യൂബിനകത്ത് സ്പിരിറ്റ് കടത്തുന്നുണ്ടല്ലോ, എന്നിട്ട് കെമിസ്ട്രി പറയുന്നുണ്ടല്ലോ. അതുപോലെ മുരളിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്താരാ? ദിലീപാണ്, അല്ലെ? അതുപോലെ ഈ പറയുന്ന മുസാഫിനകത്ത് സ്വർണം കടത്താന്നുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഈ എരപ്പനാണ്. അല്ലാണ്ട് അത് പിണറായി വിജയന്റെ ബുദ്ധി ഒന്നല്ല. പിണറായി വിജയന് ഐഡിയ പറഞ്ഞു കൊടുത്ത എരപ്പനാണ് ഇവൻ. അപ്പൊ അവന്റെ ഈ അല്പന്റെ ബുദ്ധിയിൽ ഇതൊക്കെ വരുള്ളൂന്ന്. എനിക്ക് ആളാകണം, ഇന്ന 4 ആള് ചർച്ച ചെയ്യണം, ഞാൻ വാർത്തയിൽ വരണം, എന്നൊക്കെ കരുതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടല് മൊത്തം അതിനാ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചപ്പോ ഒരു പണിയില്ലാണ്ട് ചോറിയും കുത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതല്ല കഴിഞ്ഞ ദിവസം പിന്നെ എന്താ പറഞ്ഞ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ലീഗ് വയനാട്ടിൽ വീട്ട് കിട്ടിയത്. എന്താ അല്ലേ? അല്ലെ അല്ലെങ്കിലും ഇവന്റെ സോക്കോൾഡ് തന്ത വിജയനും പണ്ടേ ഉള്ള ഏർപ്പാടാ. ഏത് കുട്ടി ജനിച്ചാലും അതിന്റെ ഒക്കെ തന്തയാവുക എന്നുള്ളത് അതേ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ആളാവാൻ വേണ്ടി അല്പം കാണിച്ച അല്പത്തരമാണ് ഈ കുട്ടികളെ അപമാനിക്കൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയിട്ട് ന്യായീകരണം ഇറക്കുക, ക്യാപ്സ്യൂൾ ഇറക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം മതപ്പതിച്ചവൻ ഇവന്റെ മനസ്സുണ്ടല്ലോ. ആ പുറമെ കാണുന്ന വെളുപ്പൊന്നും നോക്കണ്ട. പുറമെ കാണുന്ന വെളുപ്പ് ഇവന്റെ മനസ്സിലില്ല. മനസ്സ് കറുത്ത് കരിക്കട്ട പോലെയാണ്. കറുത്ത് കരിക്കട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കറുപ്പിനെന്തോ മോശം. അങ്ങനല്ലടോ, ഇരുട്ട് പിടിച്ചാലുണ്ടാവുമല്ലോ. അപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ എന്താ വെളിച്ചമല്ലെങ്കിൽ ഫുള്ളി ഇരുട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാം തോന്നുന്നതാ എന്തോ ഒരു കറുപ്പല്ലേ ഫീൽ ചെയ്യുന്നത് വെളിച്ചമില്ലാത്തപ്പോ. അതുപോലെ രാത്രി പോലെ ഇവന്റെ മനസ്സും ഇരുണ്ടതാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കറുപ്പ് എന്ന് പറഞ്ഞാൽ കൂരാകൂരി ഇരുട്ട്, അതാണ് ഇവന്റെ മനസ്സ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഓന്റെ മനസ്സ് എത്രമാത്രം പുഴുവരിച്ചതാണെന്ന്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി രാത്രി കിടക്കുമ്പോ നാളെ അവിടെ പരിപാടി വിളിച്ചിട്ടുണ്ട്, പരിപാടിക്ക് പോകണം. അപ്പൊ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും, കുറച്ച് വലിയ പരിപാടിയാണ്. അപ്പോ കുട്ടികളെ മുമ്പ് കൊണ്ടുവരണം, കുട്ടികൾ ബാക്കിലാണെങ്കിൽ മുമ്പ് കൊണ്ടുവരണം. എന്നിട്ട് ഓരോട് ചോദ്യം ചോദിക്കണം, ഓലെ കൊണ്ട് അഡ്രസ്സ് എഴുതിപ്പിക്കണം, ഓലെ കൊണ്ട് ഹിന്ദിയിൽ എഴുതിപ്പിക്കണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇതിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഓരെന്താക്കണം നമുക്ക്. ഇത് പ്ലാനഡ് ആണ്, അല്ലാതെ അപമാനിച്ചത് തന്നെയാണ് എന്നുള്ളത് ഈ പറയുന്ന ആ അനുമോദന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ടാല് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ ഇത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാണല്ലോ. ഏത് ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് പിണറായി വിജയൻ അതിന്റെ രക്ഷാപ്രവർത്തനം എന്നാ പറഞ്ഞത്. ഏത് ഒരാളെ കൊല്ലാൻ നോക്കിയിട്ട് പറയാണ് അത് രക്ഷാപ്രവർത്തനായിരുന്നത്. അപ്പോ ഇവനെ സംബന്ധിച്ചിടത്തോളം ആ തീട്ടം തന്നെയല്ല തിന്നുന്നത്.
അതുകൊണ്ട് ഇവനത് അപമാനിച്ച് കരുതിക്കൂട്ടി അപമാനിച്ചിട്ട് ഇവൻ പറയുന്നത് എന്താ? ഏയ് ഞാൻ അപമാനിച്ചിട്ടില്ല, ഞാൻ ഉപദേശിച്ചതാ. ഇവന്റെ ഉപദേശം ആർക്ക് വേണോ? ഇവന്റെ ഉപദേശം ആർക്ക് വേണം? ഇവന് ഉപദേശത്തിന്റെ ക്ലാസ്സായി AKG സെന്റർ പോയി എടുത്താൽ മതി. ഇവനോട് നാട് ഉപദേശം നന്നാക്കാനുള്ള ജോലിയൊന്നും ഇവനെ ഏൽപ്പിച്ചിട്ടില്ല. ഉള്ളത് കൂടി ഇവൻ്റെത് പോയിട്ടേ ഉള്ളൂ. അപ്പൊ അത് ബോധ്യം വേണ്ടേ? മനസ്സിലായില്ലേ? നമ്മള് ഒരു എന്താ പറയേണ്ടത്, ഒരു ഒരു സദസ്, ഒരു പരിസരബോധം എന്നൊക്കെ പറയുന്ന ഒരു സാധനം വേണം. അനിപ്പോ അതുണ്ടാവില്ല. കാരണം ഇത് വല്ലാത്തൊരു അടങ്ങാറാന്ന്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ 24 മണിക്കൂറും ഈ ബിസി വേൾഡിൽ ജീവിച്ച ഒരാള് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വീട്ടിൽ കുറച്ചേരം ഇരിക്കേണ്ടി വന്നാല്, കുറച്ചു ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നാൽ വല്ലാത്തൊരു അടങ്ങാറായിരിക്കും അല്ലേ? കാരണം എന്താ, അത്ര ദിവസവും ആളുകള് ഒച്ചപ്പാട് ബഹളം, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, അതാക്കി ഇതാക്കി, ഒന്നും പറയണ്ട. 24 hours ബിസി ആയിരുന്ന മനുഷ്യനാ. ഒരു സുപ്രഭാതത്തില് എന്തെങ്കിലും ഒരു കാരണം, ഒന്നും വേണ്ടെന്ന്, വണ്ടിമ പോകുമ്പോൾ താഴെ വീണ് കാല് പൊട്ടിയിട്ട് ഫ്രാക്ചറായി വീട്ടിലിരിക്കേണ്ടി വന്നെന്ന് കരുതുക. അപ്പൊ അത്രയും ദിവസം ഒരു മാതിരി അടങ്ങാറായിരിക്കും അല്ലേ? അതുപോലെയാണ് ഇവന്റെ അവസ്ഥ. കസേരം കെട്ട് പോയപ്പോ തുടങ്ങിയ ഈ നട്ടപ്പെരാന്താണ്. വല്ലാത്തൊരു ബേജാറും വെപ്രാളും, ഒന്നും പറയണ്ട. അങ്ങനെയാണ് പാത്തുമ്മക്കുട്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് പറഞ്ഞെടുത്ത പാത്തുമ്മക്കുട്ടിയാ. ഇതും പാത്തുമ്മക്കുട്ടിന്റെ ഐഡിയ ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണെങ്കിലും എല്ലാത്തിലും പാത്തുമ്മക്കുട്ടി പറയും പോലെയാണ് ഇപ്പൊ കാര്യം നടക്കുന്നത്. കാരണം വേറെ പണിയൊന്നുമില്ല. ആകെ എരപ്പായി നിൽക്കാണ്. തൂറി വിരകി ഐഷ് തൂറാത്തം തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞില്ല. അതന്നെ ഇപ്പൊ പരിപാടി. എരപ്പൻ എന്നിട്ട് ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങിയിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, AKG സെന്റർ കൊണ്ടുപോയി കൊടുത്താൽ മതി ഇവന്റെ ക്യാപ്സ്യൂള്.